പുനലൂർ MLA-യും CPI കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ PS സുബാലിനെതിരെ SFI DYFI പ്രതിഷേധം. ഡൈ ഹാർനസ് MLA എന്ന മുദ്രാവാക്യം ഇന്നലത്തെ ASF പ്രതിഷേധത്തിന് മറുപടിയായാണ് പ്രതിഷേധം. പുനലൂർ SN കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പോര് തുടങ്ങിയത്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. നമ്മൾ കൂടി വിയർപ്പൊഴുക്കിയ MLA ആണ്. നമ്മളുടെ കൂടി പ്രവർത്തനത്തിന്റെ ഭാഗമായി MLA ആയ ആളാണ്. എന്നാൽ അത്തരത്തിലൊരു യാതൊരു രാഷ്ട്രീയ മര്യാദയും പാലിക്കാതെ ഏതമ്പൺ സ്കൂൾ, ഏരൂർ സ്കൂൾ, പുനലൂർ SN കോളേജ് തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളിലാണ് നമ്മുടെ MLA-ക്ക് നോട്ടം. സ്കൂൾ തെരഞ്ഞെടുപ്പുകളിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലും MLA നേരിട്ടിടപെടുകയാണ്. MLA SFIയുടെ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിക്കുന്നു. ആദ്യം പ്രലോഭനമാണ്, ആദ്യം സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. സ്വാധീനത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഭീഷണിയിലേക്ക് മാറുകയാണ്. അങ്ങനെ SFIയുടെ സ്ഥാനാർത്ഥികളെ. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, എന്താണ് ശരിക്കും പുനലൂരിൽ സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ പ്രത്യേകിച്ച് CPIയുടെ ഒരു MLA, CPM രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, DYFI SFI പ്രക്ഷുബ്ധ സമരത്തിലേക്ക് നീങ്ങുന്നു. എന്താണ് ശരിക്കും പുനലൂരിൽ സംഭവിച്ചത്? അജി, പുനലൂർ SN കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ASF-നായിരുന്നു യൂണിയൻ ആൻഡ് ഭരണമെന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത് SFI തിരിച്ചു പിടിച്ചു. ഇതോടുകൂടെയാണ് ഇരു കൂട്ടരും തമ്മിലുള്ള വാഗ്വാദങ്ങളും മുദ്രാവാക്യം വിളികളും ഒക്കെ ആയിട്ട് ഉയർന്നു വന്നത്. ആദ്യ ദിവസം SFI പ്രവർത്തകർ ASF-നെതിരെ ഒപ്പം തന്നെ CPI നേതാക്കൾക്കെതിരെയൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ASF-ഉം AYF-ഉം ചേർന്ന് പുനലൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകോപനപരമായിട്ടുള്ള പല മുദ്രാവാക്യങ്ങളും SFI-ക്കെതിരെ DYFI-ക്കെതിരെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ S ജയമോഹനെതിരെ പോലും അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ASF AYF പ്രവർത്തകർ എന്ന് പറയുന്നത് സുബാലിന്റെ പട്ടാളമാണ് ഞങ്ങളെന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതിനെ കളിയാക്കിക്കൊണ്ടും ആക്ഷേപിച്ചും കൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു തിരിച്ചൊരു പ്രതിഷേധം വന്നിരിക്കുന്നത്. SFI DYFI പ്രവർത്തകർ ചേർന്നുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. PS സുബാൽ MLA, ഡൈ ഹാർനസ് MLA എന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യമാണ് വന്നിരിക്കുന്നത്. അതിനാധാരമായി അവർ പറഞ്ഞിരിക്കുന്നത് 1996 പുനലൂരിൽ ഈ PS സുബാൽ വരുന്നത് അപ്രതീക്ഷിതമായി PS ശ്രീനിവാസന്റെ നിര്യാണത്തെ തുടർന്നാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ആക്ഷേപകരമായ ഒരു മുദ്രാവാക്യം വിളി ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം, ആ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥികൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PS സുബാൽ MLA നേരിട്ട് വിളിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഈ SFI DYFI പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കൊല്ലം ജില്ലയിൽ ഒരുപക്ഷെ ഈ ഇടതുമുന്നണിക്ക് തന്നെ ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത് CPM CPI തർക്കം പലതരത്തിലുണ്ടാകുന്നു. മാത്രമല്ല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും മാത്രമല്ല അവർ തമ്മിൽ അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായ ഒരു ജില്ലയാണ്. എന്തായാലും നേതൃത്വം ഈ വിഷയത്തിലുടൻ തന്നെ ഇടപെടും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് LDF-ന്റെ ജില്ലാ നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും അധികം നാൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്തായാലും കാര്യം CPI ജില്ലാ സെക്രട്ടറി കൂടിയാണ് PS സുബാൽ. അതുകൊണ്ട് തന്നെ അണികൾക്ക് അത്തരത്തിലുള്ള ഒരു വികാരമുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ സംഘടിപ്പിക്കുന്നതിലൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അജി.